എന്താണ്? ആ ഫൈറ്ററാണത്. കുറെ കാലായിട്ട് ആഗ്രഹിച്ചതാണിത്. കിട്ടി. അപ്പം ഉപ്പും തൈരൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് വാട്ടിയിട്ട് ഇപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടെ. വാഴനില നല്ല എല്ലാ ഇലയും ഇഷ്ടമാണ്. നമ്മുടെ പോത്തുകൊട്ടൻ്റെ പുഴയിലുള്ള 2 കൂട്ടുകാരാട്ടത്. 2 പശുക്കുട്ടികളാണ് നമ്മുടെ അയൽവാസിയുടെ കേട്ടോ. അപ്പോഴേ നമ്മുടെ കുളത്തേക്ക് 2 പുതിയ ആളെത്തിയിട്ടുണ്ട്. നമുക്കത് മാറ്റാം. കുറെ കാലായിട്ട് ആഗ്രഹിച്ചതാണിത്. അതാണ് കിട്ടിയത്. ഇനി പെണ്ണിനെ ക്ലാസ്സിലിടുക, ആണിനെ വിടും ചെയ്യുക അല്ലേ? പെണ്ണാണിത്. ഇതിനെ ക്ലാസ്സിലിട്ടു. ഇനി ആണിനെ പുറത്തേക്ക് വിടാം. ആണിനെയും പെണ്ണിനെയും കൂടി ഒരുമിച്ചിടാൻ പറ്റില്ല. കടി കൂടി പെണ്ണിനെ മുറിയാക്കും. അപ്പോൾ ആണ് പുറത്തും പെണ്ണ് അകത്തും. അപ്പോഴേ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലമായിട്ടോ ഫൈറ്ററിനെ വാങ്ങിക്കണമെന്ന്. ഫൈറ്ററിനെ വാങ്ങിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മറ്റുള്ള പിന്നാലെ നടക്കണം. ഗപ്പി മറ്റേ മീനുകളൊന്നും വല്ലാണ്ട് മൈൻഡ് വെക്കണ്ട. ഇതിനെ ശ്രദ്ധിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കി മാറ്റിയിട്ടൊക്കെ വേണം നോക്കാൻ. നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികളൊക്കെ ഒരുപാടുണ്ടാവും. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ചെയ്താട്ടോ. ഒരുപാട് കുട്ടികൾ നമ്മൾ വിറ്റിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഈ കുളത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ നമുക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വന്ന് പൈസയ്ക്ക് ഒരുപാട് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതിൽ ബ്രീഡാവണതും കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബ്രീഡാവണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവർ നന്നായിട്ട് ചെറിയ ഈ ഗപ്പി കുട്ടികളെയും അതേപോലെ തവളയുടെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതും കൂടെ നമുക്ക് ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവർ അപ്പോൾ ആ കടയിൽ നിന്ന് ഈ പാക്കറ്റ് ഫുഡ് മാത്രം കഴിച്ച് ജീവിച്ച ആൾക്കാരാവും. അപ്പോൾ ലൈവ് ഫുഡ് കൊടുക്കാം നമുക്ക്. ലൈവ് ഫുഡ് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും. കുട്ടികൾ നന്നായിട്ട് വളരും, പെട്ടെന്ന് ബ്രീഡാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തവള കുട്ടികൾ അവിടെ ഉണ്ട്. ഏതോ തവള വന്ന് മുട്ടിട്ടുണ്ട്. ആ കുട്ടികൾ അവിടെ ഉണ്ട്. ആ കുട്ടികളെ നമുക്ക് ഫൈറ്ററിന് തിന്നാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോളേ ഫൈറ്ററുകൾ കണ്ടെണ്ണ അവിടെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ചെറിയ കുളത്തിൽ വന്നിട്ട് തവള മുട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, ശല്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഗപ്പികളെ കഴിക്കുന്ന തവളകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ തവളയുടെ കുട്ടികളെ നമുക്ക് പിടിച്ചിട്ട് നമുക്ക് ഫൈറ്ററിന് കൊടുക്കാം കേട്ടോ. വാ കാണിച്ചു തരാം, ഇങ്ങോട്ട് വാ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ചെറിയ തവളക്കുട്ടിയാണ്. കാണണ്ടോ നമുക്ക്? ഇത് നമുക്ക് അപ്പോൾ നമ്മൾ കിട്ടിയ തവളക്കുട്ടിയെ നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. കഴിച്ച് പരിചയമുണ്ടോ അറിയില്ല, അതിൽ നമുക്ക് കൊടുത്തു നോക്കാം. കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് തിന്നിട്ടോ. അങ്ങനത്തെ നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറ്റങ്ങൾ എന്ത് ചെയ്യാം, ബ്രീഡ് ചെയ്യിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കൊടുത്തത് കണ്ടില്ലാരോ, ഇത് ശരിക്കും കൊടുത്തു കേട്ടോ. നമുക്ക് കഴിക്കാൻ ഫുഡ് ചിലപ്പോൾ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ
അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഗപ്പിക്കുട്ടിനെ കൊടുക്കാം കേട്ടോ. നമുക്ക് താല്പര്യമൊന്നും ഇല്ല, എന്നാലും കൊടുക്കാം, കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സിമ്പിളായിട്ട് ആളിങ്ങനെ അടിച്ച് കയറ്റിട്ടോ. ഇങ്ങനെ ഒരു 10 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഇവളുടെ കാണാനുള്ള ഭംഗിയൊക്കെ മാറും കേട്ടോ. അത്യാവശ്യം ഐസാവും. അങ്ങനെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്താണ് അതെന്താണ് അതില്? നോക്കട്ടെ, എടുത്തണേ നോക്കട്ടെ. കുട്ടിയാ, അതെന്ത് മീനാടി? അറിയാം, എനിക്ക് എന്ത് മീനാ അറിയോ? അതാണ് ഫൈറ്റർ. എന്താണ്? ആ, ഫൈറ്ററാണത് കേട്ടോ. അപ്പോഴേ നമ്മളെ ടർക്കി കോഴികൾ, കിനിക്കോഴികൾ, അവരുടെ അപ്ഡേഷൻ കുറേ ചോദിച്ചിട്ടുണ്ട് എന്തായി എന്നുള്ളത്. വാ നമുക്ക് കാണിച്ചു തരാം. ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വാ 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 വാ. അപ്പോൾ നമ്മുടെ കിനിക്കോഴികൾ കേട്ടോ, വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, വളരെ ചെറിയ കുട്ടിയായപ്പോൾ, അതായത് അത്ര ചെറിയ കുട്ടിയല്ല എന്നാലും ചെറിയൊരു കുട്ടിയായപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നിങ്ങളെ പറയാം കേട്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുള്ളത്. വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നമ്മൾ ആദ്യമായിട്ട് അവരെ കൂട്ടുന്ന വിടുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ടർക്കി കോഴി കേട്ടോ. ടർക്കി കോഴികൾ പറ്റ ചെറിയ കുട്ടിയെ നമ്മൾ കൊണ്ടുവന്നത്. ചെറിയൊരു പാലിൽ നമുക്ക് പാൽ കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കിട്ടിയ ആൾക്കാർ എടുത്തു. അപ്പോൾ ഓലും തന്നെ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, വലിയ വളർച്ചയൊന്നുമില്ല. ഗിനിക്കോഴികൾ അത്യാവശ്യം നന്നായിട്ട് വളർന്നു കേട്ടോ. അതേപോലെ ടർക്കി കേട്ടോ, ടർക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. അതേപോലെ നമ്മൾ അന്ന് വാങ്ങിച്ച താറാവ് കുട്ടികളാട്ടോ അത്. അവരും തന്നെ അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് അവർക്ക് കുറച്ചൊക്കെ ഉഷാറായി. അവരുടെ കുളമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ. വല കേട്ടോ, നമ്മുടെ വല നമ്മുടെ പറമ്പ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരിപ്പോൾ സത്യം പറഞ്ഞാൽ കുടുങ്ങിയിട്ട്, കാരണം ഇവർക്ക് പുറത്തോട്ട് പോകാൻ വേറൊരു മാർഗ്ഗമില്ല. ഇവർ മാത്രമല്ല, ലിയോ വരെ കുടുങ്ങി. അവന് ഈ എല്ലായിടത്തും ലോക്കാണ്. പൂച്ചകൾ കയറും കേട്ടോ, പൂച്ചകൾ ഏതെങ്കിലും ഗ്യാപ്പിലൊക്കെ ഇങ്ങോട്ട് കയറും. പക്ഷേ ലിയോയ്ക്ക് പുറത്തോട്ട് പോകാൻ യാതൊരു ഗ്യാപ്പും ഇല്ല. അപ്പോൾ അവൻ്റെ എല്ലാ പരിപാടികളും ഇപ്പോൾ ഇവിടെ അവസാനിച്ചു. കാരണം നമ്മുടെ ഇവിടെ തന്നെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോലൊക്കെ ഇവിടെ തന്നെ നടക്കുകയുള്ളൂ. കോഴികളും അവിടുന്ന് വേറെ കോഴികളും ഇങ്ങോട്ട് വരില്ല. നമ്മുടെ കോഴികൾ പുറത്തോട്ടും പോകില്ല. ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ വലക്കുള്ളിൽ തന്നെയായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ പരിപാടി ഇപ്പോൾ മുന്നോട്ട് പോകണം കേട്ടോ. അവർ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ. നമ്മളെന്നും കോഴിക്കും താറാവിനൊക്കെ വാഴേൻ്റെ തൂമ്പ് രാവിലെ വെട്ടി കൊടുക്കലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പം നമുക്ക് വെട്ടി കൊടുക്കാം. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ അവരിത് തിന്ന് കാലിയാക്കും. നമുക്ക് കാണാം. അങ്ങനെ പറയും. പിന്നെ കണ്ടിട്ട്
അപ്പോൾ കിനിക്കോഴികളും ടർക്കി കോഴികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വാഴയില നല്ല എല്ലാ ഇലയും ഇഷ്ടമാണ്. അവർക്ക് വാഴയിലോട് പ്രത്യേക താല്പര്യമാണ്. കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കാലിയാക്കും. അതിന് തൊട്ടപ്പുറത്ത് ഉണ്ടോ, ഇന്നലെ കാലിയാക്കിയ വാഴയുടെ ഇലയാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ അന്ന് കഴിഞ്ഞ ഞായറാഴ്ച വെട്ടിയ കുറുന്തോട്ടിയാണിത്. ഇത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൂലൊക്കെ ഇതൊപ്പം വെച്ച് വെട്ടി ചൂല് കെട്ടുമ്പോൾ കാണാം. ഇത് ഇന്ന് വെട്ടിയതാണ്, ഇന്ന് രാവിലെ. ഇവിടെ അടുത്തൊരു പറമ്പിലുണ്ടായിരുന്നു, അങ്ങനെ വെട്ടിയതാണ്. ചൂലുണ്ടാക്കാൻ ഉണങ്ങിയിട്ട് നല്ല വെയിലൊക്കെ കൊണ്ട് ഉണങ്ങണം, നല്ല ഉറപ്പുണ്ടാവും. ലേശം കാന്താരിയാണ്, ഉപ്പും തൈരൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് ഉണക്കുക. എന്നിട്ട് കൊണ്ടാട്ട മുളകായിട്ട് ഉപയോഗിക്കാനേ. അപ്പം ഉപ്പും തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് വാട്ടിയിട്ട് വെയിലത്തിട്ട് ഉണക്കുക. അപ്പം കാന്താരി തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പേപ്പറിലേക്ക് ഇട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കണം. എന്നിട്ട് ഉണങ്ങിയിട്ട് വറുക്കുക. ഒന്ന് ചെറുന്നനെ ചൂടാക്കിയിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ ചോറിന് മീനോ ഇറച്ചിയൊക്കെ ഇല്ലാത്തപ്പോൾ എരിയാനൊന്ന് ഒന്നെടുത്ത് വറുത്ത് ചോറിന് കൂട്ടാം. ഇത് ഉണക്കാൻ വയ്ക്കാം. ഇനി വറക്കുമ്പോൾ കാണാം. കോഴിക്കുട്ടികൾക്ക് കുറച്ച് തീറ്റ കൊടുക്കുക. 8 വാങ്ങിയിട്ട് 3 പൂച്ച പിടിച്ചു, 1 ചാവും ചെയ്തു. ഇനി 5 ഉണ്ട്. 5 ഉഷാറായി വരുന്നുണ്ട്. നല്ല തീറ്റയ്ക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി കയറുകയാണ്. ഒരു ഉഷാറായി വരുന്നുണ്ട്. ഇപ്പോഴിപ്പം തിന്നണം. രാവിലെ ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ പോത്തൂടിനെ പുഴയെ കൊണ്ട് കെട്ടിയതാണ്. എന്താണ് അവസ്ഥ, പുല്ല് തിന്നുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. വാ. അപ്പോൾ പോത്തൂട്ട് എന്ത് അവിടെ കേട്ടോ, മേലെയാണ്, ഒന്ന് കാണൂല. നമുക്ക് പോയി നോക്കാം കേട്ടോ. കുറച്ച് ദൂരത്ത് കൊണ്ട് കെട്ടിയതാണ്. പുല്ല് ഇവിടെയൊക്കെ ഉണ്ട്, എന്നാലും എന്നും ഒരു സ്ഥലത്ത് തന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഓനക്ക് മടുക്കൂലേ. അപ്പോൾ അങ്ങനെ മടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ കെട്ടും. അപ്പോൾ ഓൻ തിന്നണമെന്നില്ല കേട്ടോ. നമ്മൾ തീറ്റ കഴിഞ്ഞ് വയറ് നിറഞ്ഞ് നിൽക്കാവും.
അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ പുല്ലോന് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പോത്തുകുട്ടൻ്റെ പുഴയിലുള്ള 2 കൂട്ടുകാരാട്ടത്, 2 പശുക്കുട്ടികളാണ് നമ്മുടെ അയൽവാസിയുടെ കേട്ടോ. അപ്പോൾ അവരിതേപോലെ പോത്തുകുട്ടനെ കൊണ്ട് വിടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവരും രാവിലെ കൊണ്ട് വിടും കേട്ടോ. അവരിപ്പോൾ ഏകദേശം പുല്ലൊക്കെ കഴിച്ച് ഒന്നിങ്ങനെ റെസ്റ്റ് എടുക്കുക കേട്ടോ. നമ്മൾ പോത്തുകുട്ടൻ അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. എന്താടാ കുടുങ്ങിയോ? അപ്പോൾ പോത്തുകുട്ടനെ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടോ. ഇന്നിപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ടുവന്നു. ഇന്നിപ്പോൾ കറക്റ്റ് ഒരാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ആൾക്ക് മൂക്ക് കയറ് നമ്മൾ അയച്ചിട്ടില്ല, പക്ഷെ മോന്തക്കയറുണ്ടെങ്കിൽ നമ്മൾ അയച്ചു. മോന്തക്കയർ അയച്ചപ്പോൾ എന്താ പറയുക, നല്ലതായിട്ട് മൂക്ക് വേനച്ചുകൊണ്ട് അതോട് കൂടിയിട്ട് ഇപ്പോൾ അല്ലാണ്ടൊന്നും നമ്മളെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല, പിടിക്കാനൊന്നും അയക്കുന്നില്ല കേട്ടോ. ആ മൂക്കയർ അയച്ചുകൊണ്ട്, ആ മോന്തക്കയർ അയച്ചപ്പോൾ മൂക്കയർ അത്യാവശ്യം വേനച്ചുണ്ടാവുകൊണ്ടായിരിക്കാം. എന്തായാലും ആ സമയത്ത് മൂക്കയറുണ്ടായതുകൊണ്ട് നമുക്ക് അടുത്തേക്ക് വരുന്നു, നമ്മൾ കുളിപ്പിക്കാനൊക്കെ അയച്ചു. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അവൻ വേറെ സ്ഥലത്തേക്ക് മാറി പോവുകയാണ്. എൻ്റെ ഒരു പേടിയുള്ളത് പോലെ. തിന്നുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, തീറ്റയൊക്കെ ഉണ്ട്, കൊണ്ടുവന്നാൽ നല്ലതായിട്ട് കഴിച്ചിരുന്നു. ഇപ്പം അത്ര വലിയൊരു തീറ്റയും കാര്യങ്ങളൊന്നും ഇല്ല, കുറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ. ഇനിയൊന്ന് ആ ഒരു അന്തരീക്ഷം മാറി ഇവിടെ എത്തിയതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഒന്ന് മെലിഞ്ഞിട്ടാവും ഒന്ന് രണ്ടാമത് നന്നാവുന്നത്. ഇതിപ്പോൾ ആ മെലിയലിൻ്റെ ഒരു സമയമാണ്. ഇപ്പോൾ തീറ്റ കുറവാണ് തോന്നുന്നുണ്ട് കേട്ടോ. മറ്റേ അപേക്ഷിച്ച് അന്ന് കൊണ്ടുവന്ന സമയത്ത് നല്ല തീറ്റയായിരുന്നു. ഇപ്പോൾ തീറ്റ കുറവാണ്. അത് പിന്നെ നമ്മൾ തവിട് കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് തവിട് കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് വിശപ്പ് അപ്പോൾ കുറവായിരിക്കും. എന്തോ കൊണ്ടുവന്ന അത്ര ആ ഒരു ഉഷാറിപ്പോൾ ഇല്ല ഉള്ളത് അറിയാമല്ലോ.